വയനാട് വാഗേരിയിൽ പിടിയിലായ കടുവയെ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. വനം വകുപ്പിന്റെ പ്രത്യേക വാഹനത്തിലാണ് കടുവയെ എത്തിച്ചത്. സുവോളജിക്കൽ പാർക്കിൽ ഐസൊലേഷൻ സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ കടുവയുടെ മുഖത്ത് കാര്യമായ പരുക്കുണ്ടോ? എന്താണ് അതിന്റെ അടക്കമുള്ള വിശദാംശങ്ങൾ? വേണു, ഈ കടുവയുടെ മുഖത്തും അതുപോലെ തന്നെ ഒരു കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രഥമമായി ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിച്ചിട്ടുള്ളത്. അതിനിപ്പോൾ ഒരു താൽക്കാലികമായ ഒരു കൂടിൽ നിലനിർത്തിക്കൊണ്ട് ഇതിന് 2 ദിവസം, അതായത് ഇവിടെ വച്ചുകൊണ്ട് തന്നെ ചികിത്സ നൽകുക. അതിനുശേഷം ഈ ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം ഐസൊലേഷൻ ക്യൂബിക്കിലേക്ക് മാറ്റുക. അതിനുശേഷമായിരിക്കും ഈ കടുവയെ സാധാരണ കടുവകളെ പാർപ്പിക്കുന്ന കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എന്തായാലും ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ഡോക്ടർമാർ അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 7:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ കടുവയെ മാറ്റുന്നത്. ഇന്നലെ ഈ കടുവയെ വയനാട്ടിൽ നിന്ന് പിടികൂടിയതിനു ശേഷം ഇതിനെ കൊല്ലണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പിന്നെ രാത്രിയോടുകൂടി ഇതിനെ താൽക്കാലികമായി ഒരു മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അവിടെ നിന്നാണ് ഈ പുത്തൂരിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഇതിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടുണ്ട്. എന്തായാലും കടുവ അവശ നിലയിലല്ല, അതുകൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇതിന്റെ മുറിവ് ഭേദമാകുന്ന അനുസരിച്ച് ഇതിനെ കൂട്ടിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പുത്തൂർ സുവോളജിക്കൽ അധികൃതർ വ്യക്തമാക്കുന്നത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.